നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളൊക്കെയും പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. വല്ല ന്യൂനതകളോ തെറ്റുകുറ്റങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെയും അല്ലാഹു പരിഹരിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഒരു സഹോദരൻ പള്ളി നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പരിശുദ്ധമായ ഖുതുബയിലൂടെ ഓർമ്മപ്പെടുത്തിയത് പ്രകാരം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. هو الذي خلقكم من تراب ثم من نطفة ثم من علقة ثم يخرجكم طفلا ثم لتبلغوا أشدكم ثم لتكونوا شيوخا ومنكم من يتوفى من قبل ولتبلغوا أجلا مسمى ولعلكم تعقلون الله. വലിയ പാഠം പരിശുദ്ധമായ ഖുർആൻ മാനവ സമൂഹത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നമ്മോടൊപ്പം യുവത്വത്തിന്റെ പ്രസരിപ്പിലൂടെ കടന്നു വന്നവർ ഇന്നിന്റെ വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് നമ്മുടെ കണ്ണുകളെ കൊണ്ട് കണ്ടറിയുന്ന യാഥാർത്ഥ്യമാണ്. ഇന്നലകളിലൂടെ നാം ചേർത്ത് വച്ചിരുന്ന നമ്മുടെ പൊന്നുമക്കൾ ഇന്നിന്റെ കൗമാരവും കടന്ന് യുവതലമുറയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാലം നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതായത് കാലം കഴിഞ്ഞു പോകുമ്പോഴൊക്കെയും കാലം ചക്രം മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെയും വാർദ്ധക്യത്തിൽ അവശതയിലുള്ളവർ മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ അതിന്റെ രുചി അറിഞ്ഞ് കബറിടത്തിൽ ജീവിക്കുമ്പോൾ, കബറിടത്തിൽ കിടക്കുമ്പോൾ യുവതയിലൂടെ സഞ്ചരിച്ച ഒരുപാട് ആളുകൾ ഇന്നിന്റെ വാർദ്ധക്യത്തിൽ കഴിഞ്ഞുപോയ കാലത്തിലേക്കൊന്ന് വ്യതയോടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉത്തരവാദിത്വമില്ലാതെ അല്ലെങ്കിൽ ഉമ്മയുടെയും ഉപ്പയുടെയും ജ്യേഷ്ഠന്റെയും കൈകരങ്ങൾ പിടിച്ചു കടന്നു വന്ന പൊന്നുമക്കൾ ഇന്നിന്റെ ഉത്തരവാദിത്വത്തിന്റെ വഴിയോരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാലം നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത് ഈ ലോകത്ത് ഒരാളും അവശേഷിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതായത് മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ കീഴടങ്ങാത്ത ഒരു പ്രമാണിയോ ഒരു പണ്ഡിതനോ ഒരു പാമരനോ അതല്ലെങ്കിൽ എത്ര വലിയ തമ്പുരാനാകട്ടെ അവരാരും ഇല്ല എന്നുള്ളത് നഗ്ന യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാനൊരു ചെറിയ കഥ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ആയത്തിന്റെ അർത്ഥം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു മാതാവ്, തന്റെ മകൻ മരണപ്പെട്ടു പോയ മാതാവ് നാട്ടിലെ ദിവ്യനായ അത്ഭുതം കാണിക്കുന്ന അത്ഭുത സിദ്ധിയുള്ള ഒരു മനുഷ്യന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലയോ ദിവ്യനായ മനുഷ്യ, അല്ലയോ അത്ഭുതം കാണിക്കുന്ന മനുഷ്യ, അങ്ങ് ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്ന മനുഷ്യനാണെന്ന് എനിക്കറിയാം. അങ്ങ് ഒരുപാട് അത്ഭുത സിദ്ധി ഉൾക്കൊണ്ട മഹാമനുഷ്യാണെന്നുള്ള കാര്യബോധ്യം കൃത്യമായി എനിക്കുണ്ട്. എന്നാൽ അങ്ങയ്ക്ക് സാധിക്കുമെങ്കിൽ, അങ്ങയെ കൊണ്ട് പറ്റുമെങ്കിൽ, അങ്ങയെ കൊണ്ട് സാധ്യമാകുമെങ്കിൽ എന്റെ മോൻ മരണപ്പെട്ടിരിക്കുന്നു, ആ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അങ്ങയ്ക്ക് പറ്റുമോ എന്നുള്ള ചോദ്യം ഒരു ഉമ്മ ഒരു വലിയ പണ്ഡിതന്റെ, ഒരു വലിയ പ്രസിദ്ധനായ പണ്ഡിതനോട് വന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു അവസരം ആ പണ്ഡിതൻ കൊടുക്കുന്ന മറുപടിയുണ്ട്. അല്ല ഉമ്മ, അല്ല മാതാവേ, നിങ്ങളുടെ മകനെ ജീവിതത്തിന്റെ സുഖത്തിലേക്ക്, ജീവിതത്തിന്റെ കയത്തിലേക്ക്, ജീവിതം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. പക്ഷേ നിങ്ങളൊരു കാര്യം മാത്രം ചെയ്താൽ മതി. ആ ഒരു അവസരം വളരെ അഭിവാഞ്ചയോടെ, വളരെ ആവേശത്തോടെ, വളരെ ആഹ്ലാദത്തോടെ ആ ഉമ്മ ആ പ്രസിദ്ധനായ പണ്ഡിതനോട് ചോദിക്കുന്നുണ്ട്. എന്റെ മകൻ, ഞാനേറെ സ്നേഹിക്കുന്ന, ഞാനേറെ ഇഷ്ടപ്പെടുന്ന എന്റെ മകനെ ജീവിതമെന്ന യാഥാർത്ഥ്യത്തിലേക്ക്, ജീവിതമെന്ന ആ വലിയ സന്തോഷത്തിന്റെ കയത്തിലേക്ക് കൊണ്ടുവരാൻ
ഞാൻ എന്താണ് ചെയ്തതെന്ന് പറയുമ്പോ ആ ഉമ്മയോട് ആ പണ്ഡിതൻ പറയുകയാണ്, അല്ല ഉമ്മ, നിങ്ങളുണ്ടല്ലോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുക, എന്റെ സമീപത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുക, എന്നിട്ട് ഈ നാടിലുള്ള എല്ലാ വീടുകളും അങ്ങ് കറങ്ങുക. അവസാനിക്കുന്നില്ല, എന്നിട്ട് എല്ലാ വീടും അങ്ങ് പോയി ഈ നാട്ടിൽ ഇന്നേ വരെ മരിക്കാതെ ഏതെങ്കിലും ഒരു വീട് ഉണ്ടാകുമോ ആ വീട്ടിൽ നിന്ന് ഒരു തരി കടുകുമണി കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നാൽ നിങ്ങളുടെ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന് ആ ഉമ്മയോട് പണ്ഡിതൻ പറയുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ ആശയോടെ, വളരെ ആഗ്രഹത്തോടെ ആ ഉമ്മ അന്ന് വീട്ടിൽ നിന്നും പുറത്തിറങ്ങി. എന്നിട്ട് അന്വേഷിച്ചു, പരിധി നോക്കി, എല്ലാ വീടിലേക്കും ചെന്നു. ആ നാടിലുള്ള എല്ലാ വീടും അങ്ങ് അരിച്ചു പെറുക്കി. ഒരൊറ്റ വീട് പോലും ഉണ്ടായിരുന്നില്ല. അവസാനം ദിവസങ്ങൾക്ക് ശേഷം ആ ഉമ്മ ആ പണ്ഡിതന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അല്ല മനുഷ്യ, അല്ല പണ്ഡിതനെ, ഞാൻ നോക്കി ഈ നാട്ടിലുള്ള എല്ലാ വീടും, ഈ നാട്ടിലുള്ള എല്ലാ വീടും ഒന്ന് കയറി നോക്കി. എല്ലാ കുടുംബത്തിലേക്കും ഞാൻ ചെന്നു. പക്ഷേ ഇന്നേ വരെ മരണം രുചിക്കാത്ത ഒരു വീടോ ഒരു കുടുംബമോ ഒരു നാടോ എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് ആ പണ്ഡിതനോട് ആ ഉമ്മ മറുപടി പറഞ്ഞപ്പോ ആ ഉമ്മയോട് ആ പണ്ഡിതൻ പറഞ്ഞത്, അല്ല മാതാവേ, മരണമെന്നുള്ള യാഥാർത്ഥ്യം സത്യമാണെങ്കിൽ, ജീവിതമെന്നുള്ള യാഥാർത്ഥ്യം സത്യമാണ് എങ്കിൽ മരണമെന്നുള്ള യാഥാർത്ഥ്യം അത് മഹാസത്യമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്നേ വരെ ഈ നാട്ടിൽ ഈ ബാപ്പാലിപ്പുറം ജുമാ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയ ആരൊക്കെയുണ്ടോ അവർ എല്ലാവരും കീഴടങ്ങുന്ന ഒരു മഹാസത്യമുണ്ടെങ്കിൽ അത് മരണമാണ്. അതാണ് പരിശുദ്ധമായ ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയത്, പരിശുദ്ധമായ ഖുതുബയിൽ ഓർമ്മപ്പെടുത്തിയത്. എത്ര യുവതകളാണ്, എത്ര യുവത്വങ്ങളാണ് ഇന്ന് നിരയുടെ വാദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലയിൽ പ്രസരത്തിലൂടെ നടന്നവൻ ഇന്നിന്റെ വാർദ്ധക്യത്തിന്റെ അവശതയിലൂടെ വല്ലാത്ത വേദന അനുഭവിക്കുമ്പോ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, നിശ്ചയമായിട്ടും സുനിശ്ചിതമുണ്ടല്ലോ, നിശ്ചയമായിട്ടും നാം മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. പിന്നെ ആ മനുഷ്യൻ എന്തായി? അവൻ ഇന്ദ്രിയ തുല്യായി മാറി. പിന്നെ ആ മനുഷ്യൻ ബീജക്കണികകളിൽ നിന്ന് ആ മനുഷ്യൻ രക്തപിണ്ഡമായി മാറി. അതല്ലെങ്കിൽ പിന്നെ ആ മനുഷ്യൻ എന്തായി മാറി? അവനൊരു പരിപൂർണമായ ഒരു കുട്ടിയായി മാറി. പിന്നെ പരിപൂർണമായ ഒരു മനുഷ്യനായി മാറി. എന്ന് മാത്രമല്ല, ആ മനുഷ്യൻ ആ പരിപൂർണതയിൽ നിന്ന് അവൻ വാർദ്ധക്യത്തിലേക്ക് ചെന്നെത്തുകയാണ്. എന്ന് മാത്രമല്ല, അതിൽ നിന്ന് നിരയത്തും മുമ്പേ അവസാനിക്കുന്ന മരണപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. വിളയെത്തി അതിന്റെ പറിക്കുന്ന അത് വിളവെടുക്കുന്ന സമയത്ത് മുമ്പ് നഷ്ടപ്പെടുന്ന വിളവിനെ പോലെ എത്ര പേരാണ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയത്. ഒരു പക്ഷേ എനിക്കും നിങ്ങൾക്കും ഒപ്പം കളിച്ചു ചിരിച്ചു മതിച്ചു ജീവിക്കേണ്ടവർ ഇന്ന് കബറിടത്തിലേക്കാണ്, ഒന്ന് കബറിടത്തിൽ കിടക്കുകയാണ്. ഒന്ന് കബറിടത്തിലേക്ക് നോക്കുമ്പോ നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടത് ആ ഓർമ്മകളാണ്. എന്തിനു വേണ്ടിയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ? എന്തിനു വേണ്ടിയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ? ചിന്തിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മെ പലപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ ജീവിതം ഓർമ്മപ്പെടുത്തുന്നത് അത് നന്മയിലേക്ക് കടക്കാൻ വേണ്ടിയാണ്, അത് നന്മയുടെ വഴിയോരങ്ങളിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയാണ്. ഒരു പ്രശസ്തനായ എഴുത്തുകാരൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മനുഷ്യൻ പഠിക്കുന്നു എന്തിനു വേണ്ടി? ആഴങ്ങളിലൂടെ സഞ്ചരിക്കാൻ പഠിക്കുന്നു, അതല്ലെങ്കിൽ ആകാശമണ്ഡലങ്ങളിലൂടെ വട്ടമിറക്കാനുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കാനുള്ള വഴികളെ പറ്റി പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭൂമിയുടെ അകതാരത്തിലൂടെ കടലിന്റെ അടിയിലൂടെ ഓടിയിട്ട് പാറി നടക്കാനും സഞ്ചരിക്കാനുള്ള അതിന്റെ അത്യാധുനിക സൗകര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷേ അവൻ മനുഷ്യനായി ജീവിക്കാൻ, ധാർമ്മിക ബോധ്യമുള്ള യഥാർത്ഥ മനുഷ്യനായി ജീവിക്കാൻ അവന്റെ ചുരുങ്ങിയ കാലത്തിൽ 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് ഉമ്മത്തിന്റെ പ്രായമെന്ന് ഓർമ്മപ്പെടുത്തും പോലെ അവിടെ ജീവിക്കാനുള്ള, യഥാർത്ഥത്തിൽ ജീവിക്കാനുള്ള ജീവിതവുമായി മനുഷ്യൻ ജീവിക്കുന്നില്ല എന്നുള്ളതാണ്, അതിന് വേണ്ടി ഒരുങ്ങുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം, ഈ ചുരുങ്ങിയ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ
സാധിക്കണം, നമുക്കെന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ മാത്രമാണ് നാം യഥാർത്ഥത്തിൽ മനുഷ്യനാകുന്നത്. നാം പലപ്പോഴും ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ മുൻഗാമികളായിരുന്ന പണ്ഡിതന്മാരുടെ ജീവിതത്തെ കുറിച്ച്. നമുക്കറിയുമോ ഇമാമുന നബവി റളിയല്ലാഹു അൻഹു? ആരാണ് ഇമാം നബവി എന്ന് പറയുമ്പോൾ കേവലം 45 42 പ്രായം മാത്രം ജീവിച്ച് കടന്നുപോയ ഒരു വലിയ പ്രസിദ്ധ പണ്ഡിതനുണ്ട്. നിസാരക്കാരനായിരുന്നില്ല. കേവലം പഠിച്ചു വരുന്ന എല്ലാ പണ്ഡിതന്മാർ ഒന്ന് പൂർണ്ണമായി നോക്കാൻ വരെ സമയം ലഭിക്കാത്ത തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന ഒരു വലിയ ഫിഖ്ഹിന്റെ ഗ്രന്ഥം രചിച്ച ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ 1 വർഷം കൊണ്ടാണ് രചിച്ചതെങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എനിക്കും നിങ്ങൾക്കും അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ ജീവിതത്തിന്റെ 60 വയസ്സങ്ങ് ചേർത്ത് വെച്ചാൽ പോലും പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഇമാമുന നബവിയെ പോലെ ചുരുങ്ങിയ കാലത്തിൽ അവർ ചെയ്തു വെച്ച പലതുമുണ്ട്. അങ്ങനെ നമുക്ക് സാധിക്കണം, നാമാൽ സാധ്യമാകുന്ന മാധ്യമത്തിലൂടെ. അതുകൊണ്ട് തന്നെ മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ കീഴടങ്ങാത്ത ആരുമില്ല. സിസ്റ്റർ മേരി എന്ന് പറയുന്ന ഒരു ലോക പ്രശസ്തനായ എഴുത്തുകാരി പാടുന്നുണ്ട്: സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്ക് പിന്നെയും ദുശങ്ക മാറ്റമൊന്നുമില്ലതിൽ. കഴിഞ്ഞുപോയ പണ്ഡിതന്മാരെവിടെ? കഴിഞ്ഞുപോയ അധികാരത്തിലൂടെ സഞ്ചരിച്ചവരെവിടെ? കഴിഞ്ഞുപോയ രാഷ്ട്രീയ തമ്പുരാക്കന്മാരെവിടെ? കഴിഞ്ഞുപോയ അധികാരത്തിന്റെ ചെങ്കോലുമിട്ട് സഞ്ചരിച്ച ഒരുപാട് ആളുകൾ എവിടെ? ഒന്ന് നടന്നു നോക്ക് പ്രിയമുള്ളവരെ. ഈ നാട്ടിൽ അധികാരത്തിലൂടെ നടന്നു പോയ പലരും ഇന്ന് ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടാകും. ഈ നാട്ടിൽ അഹന്തതയോട് കൂടെ നടന്നു നീങ്ങിയ പലരും ഇന്ന് കബറിടത്തിലാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലൂടെ, അഹങ്കാരത്തിലൂടെ, പണത്തിന്റെ പ്രസരിപ്പിലൂടെ, പണത്തിന്റെ പുറപ്പിലൂടെ ആരെങ്കിലും ജീവിക്കുന്നുണ്ട് എങ്കിൽ, എനിക്ക് മാത്രമാണ് ജീവിതമെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ട് എങ്കിൽ, കഴിഞ്ഞു പോയ കാലങ്ങളെ കുറിച്ച് ഓർക്കണം. സമർത്ഥനായ സീസറിനെ കുറിച്ചൊന്ന് ഓർക്കണം. അതേപോലെ തന്നെ വലിയ ആളുകളെ കുറിച്ചൊന്ന് ഓർക്കണം. ഒരു കഥയുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അലക്സാണ്ടർ എന്ന് പറയുന്ന ആള്, നമുക്കറിയാം, ലോകം ഭരിച്ചിരുന്ന ഒരു വലിയ ആളാണ്. ഒന്ന് സുലൈമാനാണ് ലോകം ഭരിച്ചിരുന്നത്, മറ്റൊന്ന് അലക്സാണ്ടർ ആണ്. ലോകം ഭരിച്ചിരുന്ന അലക്സാണ്ടർ തന്റെ ശിഷ്യഗണങ്ങളോട്, തന്റെ അനുചരന്മാരോട്, തന്നോടൊപ്പം ഇരുന്നവരോട് ഒരു കാര്യം പറയുമാരത്രേ: ഞാൻ മരണപ്പെട്ടു പോയാൽ, അല്ലയോ ശിഷ്യഗണങ്ങളെ, അല്ലയോ എന്റെ അനുചരന്മാരെ, ഞാൻ അങ്ങ് മരണപ്പെട്ടു കിടന്നാൽ എന്റെ ശവമഞ്ചം അങ്ങനെ കൊണ്ടുപോകുമ്പോ എന്റെ കരങ്ങൾ മുഴുവനും, എന്റെ 2 കൈയും അങ്ങ് പുറത്തു വെക്കണം. അവിടെ നിന്ന് ശിഷ്യഗണങ്ങൾ ചോദിച്ചു അത്രേ: എന്തിനാണ് വെക്കുന്നതെന്ന് ചോദിക്കുമ്പോ, ഈ അലക്സാണ്ടർ ഉണ്ടല്ലോ, ഈ ലോകം ഭരിച്ച അലക്സാണ്ടർ ഉണ്ടല്ലോ, ഒരു കയ്യിൽ അധികാരം പിടിച്ച് ലോകത്തിന്റെ എല്ലാ പ്രസരിപ്പിനും ലോകത്തിലൂടെ സഞ്ചരിച്ച ഈ അലക്സാണ്ടർ ഉണ്ടല്ലോ, ഈ അലക്സാണ്ടറും ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോ ഒന്നും കൊണ്ടുപോയിട്ടില്ല. എല്ലാം അവശേഷിപ്പിച്ച്, സകല സ്വത്തുകളും സകല അധികാരങ്ങളും എല്ലാം അവശേഷിപ്പിച്ചിട്ടാണ് കടന്നു പോയത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി, ആ ഓർമ്മപ്പെടുത്തലാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഒരു വലിയ സംഭവത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതെങ്കിൽ ഇവിടെ ഉള്ള ആളുകൾ ഒന്ന് ഓർമ്മപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചുരുങ്ങിയ രീതിയിൽ നാം ചെയ്യേണ്ടവരാണ്. അങ്ങനെ ചെയ്തവരാണ് മുൻഗാമികളായ പണ്ഡിതന്മാർ. അവരെ പോലെ ജീവിക്കാൻ നമ്മുടെ ജീവിതത്തിന്റെ